ഹായ് കൂട്ടുകാരി, എന്തൊക്കെയുണ്ട് വിശേഷം? 2 ദിവസമായി കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ട്. എന്ന് വെച്ചാൽ ഒരേ തരത്തിലുള്ള വീഡിയോ ഇട്ട് ഇനി നിങ്ങളെ മുഷിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു നമുക്കിനി മാറ്റി മാറ്റി ചിന്തിക്കാം എന്ന്. എൻ്റെ മൊബൈൽ കംപ്ലൈൻ്റ് ആണ്, അതുകൊണ്ടാണ് ആർക്കും കമൻറ്റ് ഇടാനൊന്നും പറ്റുന്നില്ല. മൊത്തം പോയി. ക്യാമറയും കൊള്ളത്തില്ല. ഇപ്പം ഞാൻ സ്നാപ്ചാറ്റിലാണ് വീഡിയോ എടുക്കുന്നത്. വീഡിയോ കാണുന്ന കൂട്ടുകാരൊന്നും ഫുള്ള് കണ്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. ഉള്ളതൊക്കെ ഇട്ടിട്ട് പോകാം. നമ്മളെ ഓരോ സ്വപ്നങ്ങളല്ലേ, അവിടെ തളർത്താനും പലതും പറയാൻ പല ആൾക്കാരുണ്ട്. ഇപ്പോഴും ഞാൻ ഓരോന്ന് കേട്ടോണ്ടിരിക്കുന്നു. എന്തോ ചെയ്തിട്ടാണെന്ന് വെച്ചാൽ എനിക്കറിഞ്ഞൂടാ കേട്ടോ. പൈസ ഇല്ലെന്നൊരു കുറവ് മാത്രമേ നമുക്കുള്ളൂ. അല്ലാതെ ഞാൻ നോക്കിയിട്ട് നമുക്ക് എന്തായാലും ആരോഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ജോലി ചെയ്ത് സമ്പാദിക്കാം. ആർക്കാണെങ്കിലും ആരോഗ്യം തരണേന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് കാണണേ. എൻ്റെ വീഡിയോ പോയി കണ്ട് എല്ലാവരും സപ്പോർട്ടൊക്കെ ചെയ്യണേ. കഴുത്താണെങ്കിൽ എന്തോ പറയാൻ ഓരോ ദിവസം കൂടുന്തോറും കറുത്ത് കറുത്ത് വരുന്നത്. ഇത് കാണുമ്പോൾ സങ്കടം കേട്ടോ. എന്താ ഇങ്ങനെ വരുന്നത്? എന്തൊക്കെ ഇട്ടിട്ടതാ നോക്കി ചെയ്യണ്ട. മാറുമായിരിക്കും അല്ലേ? മാറും, എല്ലാം മാറണമല്ലോ. അങ്ങനെ പിന്നെന്താ പറയുന്ന, ചിങ്ങത്തി ഒരു ജോലി ചെയ്യണമെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാം അനുഗ്രഹം വേണം. നമ്മൾ ഓരോന്നോട്ട് ഇറങ്ങിയാലല്ലോ നമുക്ക് ജീവിക്കാൻ പറ്റും. അപ്പോൾ അത് ചെയ്ത് മുന്നോട്ട് പോകണം. എന്തെങ്കിലുമൊക്കെ ചെയ്യണം. നമ്മൾ ജോലി ചെയ്യാതെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. ജീവിതം മുന്നോട്ട് ഇങ്ങനെ കിടക്കുമല്ലേ. അതിൽ വരുന്ന ദുഃഖങ്ങളും എല്ലാം സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ ആയിട്ടൊരു ജീവിതയാത്ര തന്നെയാണല്ലോ എല്ലാവരുടെയും ജീവിതം. എൻ്റെതും അതുപോലത്തെ ഒരു യാത്രയാണ്. പക്ഷെ അതിൽ ഒരുപാട് ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. ശാരീരികം, മാനസികം, സാമ്പത്തികം, പിന്നെ എല്ലാം മാറും. നമ്മൾ മാറ്റിക്കൊണ്ട് വരണം. നമ്മൾ തന്നെ വിചാരിച്ചാലല്ലേ നമുക്കെല്ലാം തരണം ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പം ഞാനിങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ്. അപ്പം ചിങ്ങം മുതൽ എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ആരോഗ്യം വലിയ കുഴപ്പമൊന്നുമില്ല. വയ്യായിക എന്ന് വെച്ചാൽ കാലുവേദനയായിരുന്നു കേട്ടോ. അതിപ്പം ഡോക്ടറെ കാണിച്ചു പറഞ്ഞു വേറെ കുഴപ്പമൊന്നുമില്ല, റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ചേട്ടനെ കൊണ്ട് ഒറ്റയ്ക്ക് നമുക്കറിയാം താങ്ങാൻ പറ്റത്തില്ല. അപ്പം ഞാനും കൂടെ എന്തെങ്കിലും ചെയ്യാം. അപ്പോഴെന്ന് കൂട്ടുകാർ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ ഓക്കേ.